എല്ലാവർക്കും മല്ലു ഫുട്ബോളിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാൽപന്ത് കളിയിലെ അനിശ്ചിതത്വങ്ങളുടെയും ആവേശത്തിന്റെയും കൊടുമുടിയിലേക്ക് ഫുട്ബോൾ ലോകത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയ ഒരു അവിസ്മരണീയ പോരാട്ടത്തിനാണ് റഫറി ഫ്രാൻസ്വാ ലെറ്റക്സിയറുടെ വിസിൽ മുഴങ്ങിയതു മുതൽ ഒടുവിലെത്ത നിമിഷം വരെ ഗ്രൗണ്ടിൽ നാം സാക്ഷ്യം വഹിച്ചത്. അർജന്റീനയുടെ കിക്ക് ഓഫിലൂടെ മത്സരം ആരംഭിച്ച ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഇരു ടീമുകളും തങ്ങളുടെ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. പന്ത് കൂടുതൽ നേരം കൈവശം വെച്ചുകൊണ്ട് സാവധാനം ആക്രമണങ്ങൾ നെയ്യാനും കളിയുടെ താളം കണ്ടെത്താനുമാണ് രണ്ടാം മിനിറ്റിൽ തന്നെ അർജന്റീന ശ്രമിച്ചത്. എന്നാൽ കളിയുടെ 5-ാം മിനിറ്റിൽ തന്നെ എതിരാളിയിൽ നിന്ന് പന്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ എൻസോ ഫെർണാണ്ടസ് വരുത്തിയ പിഴവിൽ റഫറിയുടെ വിസിൽ മുഴങ്ങി. അതൊരു ഫൗളായിരുന്നു. തൊട്ടുപിന്നാലെ ഈജിപ്തിന്റെ ഇമാഷ് അഷൂർ പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ചു മുന്നേറിയെങ്കിലും അർജന്റീനിയൻ പ്രതിരോധം അത് അതിവിദഗ്ധമായി തടഞ്ഞു. 7-ാം മിനിറ്റിൽ ഈജിപ്തിന്റെ യാസർ ഇബ്രാഹിം ബോക്സിലേക്ക് വന്ന ഒരു ക്രോസ് പിടിച്ചെടുക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പന്തിലെത്താൻ അയാൾക്ക് സാധിച്ചില്ല. അതേ മിനിറ്റിൽ തന്നെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പന്ത് റാഞ്ചിയെടുക്കാൻ നടത്തിയ ഒരു അശ്രദ്ധമായ ഫൗളിന് ഫ്രാൻസ്വാ ലെറ്റക്സിയർ കൃത്യമായി ഈജിപ്തിന് ഫ്രീ കിക്ക് വിധിച്ചു. 10-ാം മിനിറ്റിൽ അർജന്റീനയുടെ റോഡ്രിഗോ ഡി പോൾ പ്രതിരോധ നിരയെ ഭേദിച്ചു മുന്നേറാൻ ശ്രമിച്ചെങ്കിലും റഫറിയുടെ കൊടിയുയർന്നു. അത് കൃത്യമായ ഒരു ഓഫ്സൈഡായിരുന്നു. 14-ാം മിനിറ്റിൽ പന്തിനായുള്ള ആവേശകരമായ പോരാട്ടത്തിനിടയിൽ എതിരാളിയുടെ കാലുകളിൽ ഇടിച്ചുവീണ റോഡ്രിഗോ ഡി പോളിന്റെ നീക്കത്തിൽ റഫറി വീണ്ടും ഫൗൾ വിളിച്ചു. അതേ മിനിറ്റിൽ തന്നെ ബോക്സിനുള്ളിലെ തന്റെ സഹതാരങ്ങളെ ലക്ഷ്യമാക്കി മുഹമ്മദ് ഹാനി നൽകിയ പാസ് തടയപ്പെടുകയും ഈജിപ്ത് ഒരു കോർണർ നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ 15-ാം മിനിറ്റിൽ അർജന്റീനയുടെ ആരാധകരെ ഒന്നടങ്കം സ്തബ്ധരാക്കിക്കൊണ്ട് ആ അപ്രതീക്ഷിത നിമിഷം വന്നെത്തി. മർവാൻ ആറ്റിയ നൽകിയ അതിമനോഹരമായ ഒരു ക്രോസ് അർജന്റീനിയൻ ബോക്സിലേക്ക് പറന്നിറങ്ങിയപ്പോൾ വളരെ കൃത്യമായ സ്ഥാനത്തുണ്ടായിരുന്ന യാസർ ഇബ്രാഹിം ഒരു തകർപ്പൻ ഹെഡറിലൂടെ പന്ത് വലയുടെ താഴത്തെ വലതുമൂലയിലേക്ക് അടിച്ചുകയറ്റി ഈജിപ്തിന് അവരാഗ്രഹിച്ച ആ ആദ്യ ലീഡ് നൽകി. ഒരു ഗോളിന് പിന്നിലായതോടെ അർജന്റീനയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. 18-ാം മിനിറ്റിൽ ബോക്സിന്റെ വശങ്ങളിൽ നിന്ന് വന്ന ഒരു നീളൻ ക്രോസ് വളരെ അനുകൂലമായ പൊസിഷനിലുണ്ടായിരുന്ന ഈജിപ്തിന്റെ മുസ്തഫ സിക്കോയ്ക്ക് ലഭിച്ചെങ്കിലും അർജന്റീനിയൻ പ്രതിരോധം അത് സർവ്വശക്തിയുമെടുത്ത് തട്ടിയകറ്റി. അതിനു തൊട്ടുപിന്നാലെയാണ് കളിയുടെ ഗതി മാറ്റിയ ആ നാടകീയ നിമിഷം അരങ്ങേറിയത്. 19-ാം മിനിറ്റിൽ അർജന്റീനിയൻ താരത്തിന്റെ കാലുകളിൽ ഈജിപ്തിന്റെ ഹെസം ഹസൻ അശ്രദ്ധമായി ചവിട്ടിയപ്പോൾ റഫറി ലെറ്റക്സിയർ ഒട്ടും മടികൂടാതെ പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. സ്റ്റേഡിയം ഒന്നടങ്കം ശ്വാസമടക്കി പിടിച്ച ആ 20-ാം മിനിറ്റിൽ സാക്ഷാൽ ലേണൽ മെസ്സി തന്റെ ഇടംകാലിന്റെ കരുത്തിൽ വിശ്വസിച്ച് പെനാൽറ്റി കിക്ക് എടുക്കാൻ പന്തുമായി സ്പോട്ടിലേക്ക് നടന്നെടുത്തു. 21-ാം മിനിറ്റിൽ മെസ്സിയുടെ ബൂട്ടുകളിൽ നിന്ന് വലതുമൂലയിലേക്ക് പാഞ്ഞ പന്തിനെ മെസ്സിയുടെ മനസ്സ് കൃത്യമായി വായിച്ചെടുത്ത ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ മുസ്തഫ ഷോബീർ തന്റെ അവിശ്വസനീയമായ ഡൈവിംഗിലൂടെ പറന്നു തടുക്കുമ്പോൾ ഗാലറികളിൽ അർജന്റീനിയൻ ആരാധകരുടെ നെടുവീർപ്പുകൾ ഉയർന്നു. ആ നഷ്ടത്തിന്റെ ആഘാതത്തിൽ അർജന്റീന കൂടുതൽ പരുക്കൻ കളിയിലേക്ക് തിരിഞ്ഞു. 23-ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടീനസ് നടത്തിയ അത്യന്തം അപകടകരമായ ഒരു ഫൗളിന് റഫറി വീണ്ടും വിസിൽ വിളിച്ചു. 24-ാം മിനിറ്റിൽ കളിക്കാർക്ക് ആശ്വാസമേകാൻ ഒരു കൂളിംഗ് ബ്രേക്ക് അനുവദിക്കപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം 28-ാം മിനിറ്റിൽ അലക്സിസ് മാക്കലിസ്റ്റർ മാർക്കറെ വെട്ടിച്ചു നൽകിയ ഒരു അതിമനോഹരമായ ഹെഡർ ഗോൾ കീപ്പർ ഷോബീർ തന്റെ വിസ്മയകരമായ റിഫ്ലക്സിലൂടെ തട്ടിയകറ്റി. അപ്പോൾ അർജന്റീനയുടെ നിരാശ ഇരട്ടിച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ബോക്സിന് പുറത്തുനിന്ന് പായിച്ച തകർപ്പൻ ഷോട്ട് പ്രതിരോധം കോട്ട പോലെ നിന്ന് തടഞ്ഞു. എന്നാൽ 31-ാം മിനിറ്റിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലേണൽ മെസ്സി ഉതിർത്ത ഒരു ഇടിമുഴക്കം പോലെയുള്ള ലോങ് റേഞ്ചർ വലതു പോസ്റ്റിനെ പോലും വിറപ്പിച്ചുകൊണ്ട് ഇടതു പോസ്റ്റിൽ ഇടിച്ചു തെറിച്ചപ്പോൾ അർജന്റീനയ്ക്ക് നിർഭാഗ്യം വീണ്ടും കടുത്ത വില്ലനായി മാറി. 34-ാം മിനിറ്റിൽ ഈജിപ്തിന്റെ മൊഹമ്മദ് ലാഷീൻ പന്തിനായുള്ള പോരാട്ടത്തിൽ അമിതമായി ആക്രമണോത്സുകത കാണിച്ചതിന് റഫറി ഫൗൾ വിളിച്ചു. 35-ാം മിനിറ്റിൽ കരീം ഹഫീസ് വളരെ ദൂരെ നിന്ന് തൊടുത്ത ഒരു മിന്നൽ ഷോട്ട് ബാറിന് മുകളിലൂടെ പറന്നകന്നപ്പോൾ ഈജിപ്തിന്റെ പോരാട്ടവീര്യം പകൽ പോലെ വ്യക്തമായിരുന്നു. 38-ാം മിനിറ്റിൽ മെസ്സിയുടെ മറ്റൊരു ഷോട്ട് കൂടി ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നുപോയി. 39-ാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ തികച്ചും സ്വതന്ത്രനായി നിന്ന ജൂലിയൻ ആൽവരസിന് ലഭിച്ച സുവർണാവസരം വലയുടെ മധ്യഭാഗത്തേക്ക് ലക്ഷ്യമാക്കി അയാൾ അടിച്ചെങ്കിലും ഗോൾ കീപ്പർ ഷോബീർ തന്റെ ജീവൻ പണയം വെച്ച ഒരു അവസാനവട്ട സേവിലൂടെ അത് വിഫലമാക്കി. ഈ പ്രകടനത്തിനിടയിൽ 40-ാം മിനിറ്റിൽ ഷോബീറിന് പരിക്കേൽക്കുകയും മെഡിക്കൽ സംഘം മൈതാനത്തെത്തുകയും ചെയ്തെങ്കിലും തന്റെ ടീമിനായി പോരാട്ടം തുടരാൻ അയാൾ തീരുമാനിച്ചു. 41-ാം മിനിറ്റിൽ മെസ്സി എടുത്ത ഒരു കോർണർ ലക്ഷ്യം തെറ്റി പറന്നകന്നു. 43-ാം മിനിറ്റിൽ ജൂലിയൻ ആൽവരസ് സ്വന്തമായി ഇടം കണ്ടെത്തി തൊടുത്ത ഷോട്ട് കൃത്യതയില്ലാതെ വലതു പോസ്റ്റിന് പുറത്തുകൂടി പോയതോടെ അർജന്റീനയുടെ ആദ്യ പകുതിയിലെ സമനില മോഹങ്ങൾക്ക് പൂർണ്ണമായും മങ്ങലേറ്റു. 45-ാം മിനിറ്റിൽ മെസ്സിയുടെ ഒരു ലോങ് ഫ്രീ കിക്ക് ഷോബീർ സനായാസം പിടിച്ചെടുത്തു. തുടർന്ന് അനുവദിക്കപ്പെട്ട 5 മിനിറ്റ് ഇഞ്ചുറി ടൈമിന്റെ ആദ്യ പകുതിയിൽ ഈജിപ്തിന്റെ റാമിയ റാബിയ വേദന കൊണ്ട് പുളിഞ്ഞു വീഴുകയും മെഡിക്കൽ സഹായം തേടുകയും ചെയ്തെങ്കിലും അയാൾ കളി തുടരാൻ തയ്യാറായി. ഇഞ്ചുറി ടൈമിൽ ഹെസം ഹസൻ ബോക്സിലേക്ക് നൽകിയ ഒരു ലോങ് ക്രോസ് അർജന്റീനിയൻ പ്രതിരോധം ഹെഡറിലൂടെ ഒഴിവാക്കി. തൊട്ടടുത്ത നിമിഷം നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഓഫ് സൈഡ് കുരുക്കിൽ വീണതോടെ റഫറി ആദ്യ പകുതിയുടെ അവസാന വിസിൽ മുഴക്കി. രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ തന്നെ ഈജിപ്ത് അവരുടെ ആദ്യ മാറ്റം വരുത്തി. ഇമാഷ് അഷൂറിനു പകരം ചുറുചുറുക്കുള്ള ഹംദി ഫാത്തിയെ കളത്തിലിറക്കി.
47-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് റോഡ്രിഗോ ഡി പോൾ ലക്ഷ്യത്തിലേക്ക് അടിച്ചെങ്കിലും അതിൽ ആവശ്യത്തിന് കരുത്തില്ലാത്തതിനാൽ ഷോബീർ എളുപ്പത്തിൽ കൈപ്പിടിയിലാക്കി. 48-ാം മിനിറ്റിൽ ഒരു മുന്നേറ്റത്തിനിടെ ജൂലിയൻ ആൽവറസ് ഫൗൾ ചെയ്തു. 51-ാം മിനിറ്റിൽ അർജന്റീനയുടെ ടീം വർക്ക് അതിന്റെ പൂർണ്ണതയിലെത്തി. ഒരുപാട് ഷോർട്ട് പാസുകളിലൂടെ പന്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവർ ഈജിപ്ഷ്യൻ പ്രതിരോധത്തിലെ വിടവുകൾക്കായി ക്ഷമയോടെ കാത്തിരുന്നു. 58-ാം മിനിറ്റിൽ മുഹമ്മദ് സലാ വരുത്തിയ ഒരു ഫൗളിന് റഫറി കൃത്യമായി വിസിൽ വിളിച്ചു. 53-ാം മിനിറ്റിൽ ലിയാൻഡ്രോ പെരേഡസിന്റെ ഒരു ഷോട്ട് ബാറിന് മുകളിലൂടെ പറന്നുപോയി. 56-ാം മിനിറ്റിൽ അമിത ബലപ്രയോഗം നടത്തിയ ഹംദി ഫാത്തിക്ക് റഫറി കാർഡ് നൽകാതെ വിട്ടു. 57-ാം മിനിറ്റിൽ ടാഗ്ലിയാഫിക്കോ നൽകിയ പാസ് ഷോബീർ തടഞ്ഞതും മെസ്സിയുടെ ഒരു മുന്നേറ്റം പ്രതിരോധം തട്ടിയകറ്റിയതും മത്സരത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ചു. 58-ാം മിനിറ്റിൽ മുഹമ്മദ് സലായുടെ കാലുകളിൽ നിന്ന് തുടങ്ങിയ ഒരു മിന്നൽ കൗണ്ടർ അറ്റാക്ക് അർജന്റീനയുടെ നെഞ്ചകം പിളർന്നു. സലാ നൽകിയ കൃത്യമായ പാസ് സ്വീകരിച്ച് മുസ്തഫ സിക്കോ അത് അനായാസം വലയിലെത്തിച്ചപ്പോൾ സ്കോർ ബോർഡിൽ 1-2 എന്ന് സ്റ്റേഡിയം മുഴുവൻ വിശ്വസിച്ചു. എന്നാൽ 59-ാം മിനിറ്റിൽ റഫറി ഫ്രാൻസ്വോ ലെറ്റക്സിയർ VAR പരിശോധനയ്ക്കായി കളി നിർത്തിവെച്ചു. നീക്കത്തിനിടയിൽ ഫൗൾ കണ്ടെത്തിയതിനാൽ 60-ാം മിനിറ്റിൽ റഫറി ആ ഗോൾ ഔദ്യോഗികമായി നിഷേധിച്ചപ്പോൾ അർജന്റീനയ്ക്ക് അത് വലിയ ഒരു ആശ്വാസമായി. 61-ാം മിനിറ്റിൽ മെസ്സി എടുത്ത ഫ്രീ കിക്ക് വലിയ അപകടം സൃഷ്ടിക്കാതെ ഈജിപ്ഷ്യൻ പ്രതിരോധം ഒഴിവാക്കി. 62-ാം മിനിറ്റിൽ ആ കോർണറും തട്ടിയകറ്റി. 66-ാം മിനിറ്റിൽ ഡി പോൾ നൽകിയ ഒരു ക്രോസ് പ്രതിരോധം കോർണറിലേക്ക് മാറ്റിയതിന് പിന്നാലെ അർജന്റീന തങ്ങളുടെ ആദ്യ മാറ്റങ്ങൾ വരുത്തി. റോഡ്രിഗോ ഡി പോളിന് പകരം വിശ്വസ്തനായ ലൗട്ടാറോ മാർട്ടിനസിനെയും ടാഗ്ലിയാഫിക്കോയ്ക്ക് പകരം നിക്കോളാസ് ഗോൺസാലസിനെയും കളത്തിലിറക്കി ലയണൽ സ്കലോണി തന്ത്രങ്ങൾ ഒന്നുകൂടി മൂർച്ചകൂട്ടി. എന്നാൽ 67-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഹൃദയം ശരിക്കും തകർത്തുകൊണ്ട് ആ നിമിഷം വന്നെത്തി. അതിവേഗത്തിലുള്ള ഒരു പ്രത്യാഘാതത്തിനൊടുവിൽ ഹെസം ഹസന്റെ പാസിൽ നിന്ന് മുസ്തഫ സിക്കോ ഒരു അതുഗ്രൻ ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ വലകുലുക്കിയപ്പോൾ ഇത്തവണ അത് കൃത്യമായ ഗോളായിരുന്നു. ഈജിപ്തിന് 1-2 എന്ന വ്യക്തമായ ലീഡ് നൽകി. അതോടെ അർജന്റീന ജീവൻ മരണ പോരാട്ടത്തിലേക്ക് കടന്നു. 67-ാം മിനിറ്റിൽ തന്നെ മെസ്സി എടുത്ത ഒരു കോർണർ പ്രതിരോധം തടയുകയും തുടർന്ന് മെസ്സി അതിവേഗം മറ്റൊരു ഷോർട്ട് കോർണർ എടുക്കുകയും ചെയ്തു. 70-ാം മിനിറ്റിൽ ബോക്സിന്റെ അരികിൽ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് നടത്തിയ ഒരു വമ്പൻ അക്രോബാറ്റിക് വോളി ലക്ഷ്യം തെറ്റി വലതു പോസ്റ്റിന് പുറത്തുപോയി. 71-ാം മിനിറ്റിൽ വീണ്ടും ഒരു കൂളിംഗ് ബ്രേക്ക്. 73-ാം മിനിറ്റിൽ പരിക്കേറ്റ ഹെസം ഹസനു പകരം ട്രെസഗെ കളത്തിലിറങ്ങിയപ്പോൾ അർജന്റീന നഹുവേൽ മൊലീനയ്ക്കു പകരം ഗൊൺസാലോ മുണ്ടിയലിനെ ഇറക്കി തങ്ങളുടെ പ്രതിരോധവും ആക്രമണവും ഒരുപോലെ ശക്തമാക്കി. 76-ാം മിനിറ്റിൽ ആൽവരസ് ഓഫ്സൈഡ് ആവുകയും 77-ാം മിനിറ്റിൽ ട്രെസഗയ്ക്ക് ലഭിച്ച ഒരു മനോഹരമായ പാസ് നേരിയ വ്യത്യാസത്തിൽ ഇടതു പോസ്റ്റിന് പുറത്തുപോവുകയും ചെയ്തതോടെ കളി അതിന്റെ ഉയർന്ന തലത്തിലേക്ക് കടന്നു. 78-ാം മിനിറ്റിൽ മെസ്സിയുടെ ഒരു ലോഫ്റ്റഡ് പാസ് സ്വീകരിച്ചുള്ള ഷോട്ട് പ്രതിരോധത്തിൽ തട്ടി പുറത്തേക്ക് പോയി. എന്നാൽ 80-ാം മിനിറ്റിൽ അർജന്റീന കാത്തിരുന്ന ആ ജീവശ്വാസം വന്നെത്തി. ലയണൽ മെസ്സി പെനാൽറ്റി ബോക്സിലേക്ക് ഉയർത്തി നൽകിയ അതിമനോഹരമായ ഒരു പാസ് ഡിഫൻഡറെ വായുവിൽ കീഴടക്കിക്കൊണ്ട് കുതിച്ചുയർന്ന ക്രിസ്ത്യൻ റൊമേറോ ഒരു ബുള്ളറ്റ് ഹെഡറിലൂടെ വലയുടെ വലതുഭാഗത്തേക്ക് അടിച്ചു കയറ്റുമ്പോൾ അർജന്റീനയുടെ സ്കോർ 1-2 എന്ന് ചുരുങ്ങിയിരുന്നു. ഈ ഉണർവ് അർജന്റീനയുടെ ഓരോ സിരകളിലും ആവേശം നിറച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ മെസ്സി എടുത്ത ഒരു കോർണറും ഗോൺസാലസിന്റെ മറ്റൊരു ക്രോസും പ്രതിരോധം തട്ടിയകറ്റി. 80-ാം മിനിറ്റിൽ ഈജിപ്ത് മുസ്തഫ സിക്കോയെ പിൻവലിച്ച് ഒമർ മർമോഷിനെ ഇറക്കി. 82-ാം മിനിറ്റിൽ മാക്കലിസ്റ്ററിന്റെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുകയും മെസ്സിയുടെ കോർണർ പ്രതിരോധം തടയുകയും ചെയ്തു. 83-ാം മിനിറ്റിൽ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടേണ്ട ആ മാന്ത്രിക നിമിഷം പിറന്നു. ഗൊൺസാലോ മൊണ്ടിയലിന്റെ കൃത്യമായ പാസ് സ്വീകരിച്ച് ബോക്സിനുള്ളിൽ നിന്നുകൊണ്ട് മെസ്സി ഉതിർത്ത ഒരു അമാനുഷിക വോളി ക്രോസ് ബാറിന്റെ താഴെ തട്ടി ഒരു വെടിയുണ്ട പോലെ വളയ്ക്കുള്ളിലേക്ക് പറന്നിറങ്ങുമ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. മെസ്സിയുടെ ആ വിസ്മയ ഗോളോടെ അർജന്റീന അവിശ്വസനീയമായി 2-2 എന്ന നിലയിൽ സമനില പിടിച്ചു. 83-ാം മിനിറ്റിൽ തന്നെ മെസ്സിയുടെ ക്രോസിൽ ലൗട്ടാറോ മാർട്ടിനസ് ഹെഡർ ചെയ്തെങ്കിലും അത് വലതു പോസ്റ്റിന് അരികിലൂടെ പുറത്തുപോയി. അപ്പോഴേക്കും അർജന്റീന 19 ഷോട്ടുകൾ പായിച്ചപ്പോൾ ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് വെറും 4 ഷോട്ടുകൾ മാത്രമാണ് പിറന്നത് എന്ന കണക്ക് ആ കളിയുടെ സമ്പൂർണ്ണ ആധിപത്യം വിളിച്ചോതുന്നുണ്ടായിരുന്നു. 89-ാം മിനിറ്റിൽ കരീൻ ഹഫീസ് ഫൗൾ ചെയ്തതിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്ക് മെസ്സി 90-ാം മിനിറ്റിൽ എടുത്തു. എന്നാൽ ഷോബീർ അത് കൃത്യമായി തടഞ്ഞു. കളി അതിന്റെ ഏറ്റവും ആവേശകരമായ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നപ്പോൾ റഫറി 7 മിനിറ്റ് അധിക സമയം അനുവദിച്ചു. 92-ാം മിനിറ്റിൽ മൈതാനത്തെ ആകെ ഭ്രാന്തമായ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് അർജന്റീനയുടെ വിജയഗോൾ പിറന്നു. ലൗട്ടാറോ മാർട്ടിനസ് അളന്നുമുറിച്ചു നൽകിയ ഒരു തകർപ്പൻ ക്രോസിലേക്ക് ഒരു കൊടുങ്കാട്ട് പോലെ പാഞ്ഞുകയറിയ എൻസോ ഫെർണാണ്ടസ് വളരെ അടുത്തുനിന്നും പന്ത് വലയുടെ താഴത്തെ വലതുമൂലയിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ അർജന്റീന തങ്ങളുടെ ഐതിഹാസികമായ തിരിച്ചുവരവ് പൂർത്തിയാക്കുകയായിരുന്നു. സ്കോർ ബോർഡിൽ 93-ാം മിനിറ്റിൽ 3-2 എന്ന് തെളിഞ്ഞതോടെ ഈജിപ്ഷ്യൻ താരങ്ങൾക്ക് തങ്ങളുടെ സമനില പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 93-ാം മിനിറ്റിൽ അസഭ്യം പറഞ്ഞതിന് ഗോൾ കീപ്പർ ഷോബീറിനും 94-ാം മിനിറ്റിൽ റഫറിയോട് തർക്കിച്ചതിന് ഹംദി ഫാത്തിഹിനും മഞ്ഞക്കാർഡ് ലഭിച്ചു. സമയം കളയാനും പ്രതിരോധം ഉറപ്പിക്കാനുമായി അർജന്റീന 95-ാം മിനിറ്റിൽ റൊമേറോയ്ക്ക് പകരം നിക്കോളാസ് ഓട്ടമെന്റിയെയും അൽവാരസിനു പകരം ഫക്കുണ്ടോ മെദീനയെയും കളത്തിലിറക്കി.
96-ാം മിനിറ്റിൽ ഈജിപ്ത് മൊഹന്നാദ് ലാഷിനു പകരം സിസോയെ ഇറക്കി അവസാന ശ്രമം നടത്തിയെങ്കിലും 98-ാം മിനിറ്റിൽ എതിരാളിയെ വീഴ്ത്തിയതിന് മർവാൻ ആറ്റിയേക്കും 99-ാം മിനിറ്റിൽ അതിരുകടന്ന പെരുമാറ്റത്തിന് ഹൊസാം ഹസനും റെഫറിയുടെ മഞ്ഞക്കാർഡ് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒടുവിൽ 12-ാം മിനിറ്റിൽ ഫ്രാൻസ്വാ ലെറ്റക്സിയറുടെ അവസാനത്തെ നീണ്ട വിസിൽ മൈതാനത്ത് മുഴങ്ങിയപ്പോൾ 2 ഗോളുകൾക്ക് പിന്നിൽ പോയതിനുശേഷം ചോരയും വിയർപ്പും നൽകി പൊരുതി കയറി 3 ഗോളുകൾ തിരിച്ചടിച്ചു മുന്നിലെത്തിയ അർജന്റീനയെന്ന പോരാളിക്കൂട്ടം പടുത്തുയർത്തിയ ആ അത്യുജ്വലമായ വിജയഗാഥ ലോക ഫുട്ബോൾ ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ എന്നേക്കുമായി മായാതെ കുറിക്കപ്പെടുകയായിരുന്നു. എന്തായാലും ആവേശം അലതല്ലുന്ന ഈ മാസ്മരിക പോരാട്ടത്തെക്കുറിച്ചും പ്രായത്തെ വെല്ലുന്ന മെസ്സിയുടെ ഈ അസാധാരണ ഗോൾ വേട്ടയെക്കുറിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നും തുടർച്ചയായി അർജന്റീനയ്ക്ക് ഇത്തവണയും തങ്ങളുടെ വിശ്വകിരീടം നിലനിർത്താൻ സാധിക്കുമോ എന്നും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫുട്ബോൾ പ്രേമികളായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കാനും മറക്കരുത്. അപ്പോൾ ലോകകപ്പിലെ കൂടുതൽ ആവേശകരമായ മറ്റൊരു കിടിലൻ ഫുട്ബോൾ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.